നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജനുവരി 11-12 തീയതികളിലായി മേപ്പയ്യൂരിൽ നടന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു. AKSTU മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം മേപ്പയ്യൂരിൽ സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരമായ MT വാസുദേവൻ നായർ നഗറിൽ കേരളീയ വിദ്യാഭ്യാസം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ AKSTU മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനു വേണ്ടി കേരളം എക്കാലത്തും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. മറ്റെന്തിനേക്കാളും വലിയ ധനം വിദ്യാഭ്യാസമാണ് എന്ന് ചിന്തിച്ച ഒരു സമൂഹമാണ് നമുക്കുണ്ടായിരുന്നത്, കേരളത്തിലുണ്ടായിരുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് ചിന്തിച്ചവരായിരുന്നു മലയാളികൾ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയ പ്രാധാന്യത്തോടെയാണ് മലയാളികൾ വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ ചരിത്ര വഴികൾ അന്വേഷിക്കുമ്പോൾ വിദ്യാഭ്യാസം എക്കാലവും അതിനെ ഒരു ഉൽപ്പന്നമാക്കാനും കച്ചവട ഉൽപ്പന്നമാക്കാനും പണം സമ്പാദിക്കാനുള്ള ഏർപ്പാടാക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാം. രാജഭരണകാലം മുതൽ പ്രാദേശിക ഭാഷാ സ്കൂളുകൾ ആരംഭിച്ചിട്ടുള്ള നാടാണ് കേരളം. ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഏറെക്കുറെ നാട്ടിലെ ജന്മിമാരുടെ കൈവശമായിരുന്നു എന്ന് നമുക്കറിയാം. നാട്ടിലെ ജന്മിമാരും അതുപോലെ തന്നെ വലിയ സമൂഹത്തിലെ വലിയ ആളുകളും അവർ നടത്തുന്ന വിദ്യാലയങ്ങളായിരുന്നു നാട്ടിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ആ വിദ്യാലയങ്ങളിൽ സാധാരണക്കാരന് പോയി പഠിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളും ഒന്നും ആ വിദ്യാലയത്തിൽ പോയി പഠിക്കുവാൻ സാധാരണഗതിയിൽ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം വലിയ ഫീസ് വാങ്ങിച്ചുകൊണ്ടാണ് ആ വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണകൂടം ഈ ജന്മിമാർക്ക് വിദ്യാലയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഗ്രാൻറ്റും ഇവർക്ക് നൽകിയിരുന്നു. ഈ ഗ്രാൻറ്റ് നൽകിയത് വിദ്യാലയങ്ങൾ നടത്താനും അവിടെ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ്. സ്വാഗത സംഘം ചെയർമാൻ അജയ് ആവള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ, KSTA ജില്ലാ കമ്മിറ്റി അംഗം P. അനീഷ്, KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം T. അശോക് കുമാർ, C. ബിജു എന്നിവർ സംസാരിച്ചു. AKSTU ജില്ലാ സെക്രട്ടറി BB ബിനീഷ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 12-ന് ഞായറാഴ്ച മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവരാജൻ കമ്മങ്ങാട് നഗറിൽ പ്രതിനിധി സമ്മേളനം AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ 2 ദിവസങ്ങളിലായി നടന്ന ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചു. ഗ്രാന്ഥാലയം എന്ന് വിളിച്ച കേരളത്തെ ഇന്നത്തെ ഒരു ജ്ഞാനനിർമ്മിതി സമൂഹമാക്കി മാറ്റുന്നതിൽ വിദ്യാഭ്യാസം മാത്രം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതിൽ ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളിയായി ബന്ധപ്പെട്ട് ഊരുട്ടമ്പലം വിദ്യാലയത്തിൽ പഞ്ചമിയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചതും ആദ്യത്തെ പണിമുടക്ക് കേരളത്തിൽ അതിൻ്റെ ആ സംഭവത്തിൻ്റെ ആസ്പദമാക്കി നടന്നിട്ടുള്ളതും തുടർന്നിങ്ങോട്ട് നടന്നിട്ടുള്ള ചരിത്രവും നമ്മൾ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.